ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വൃന്ദാവനത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം മീര അർച്ചനയെ വിളിച്ച് പറയുകയാണ്. എല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ആതിരയ്ക്ക് ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിനെ സച്ചിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അർച്ചന. അതേസമയം ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, ഈശ്വരനായിട്ടാ ഇപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ എളുപ്പം തന്നെ നടത്തിയെടുക്കാം. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. അതേസമയം ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. ആതിരയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അനൂപ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, സീരിയസ് ആണ്, പക്ഷേ വലിയൊരു അപകടനില തരണം ചെയ്തെന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഇങ്ങനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്താണെങ്കിലും ഡെലിവറി കഴിയുന്നതുവരെ ആതിരയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഇനി നോർമൽ ഡെലിവറി നടക്കില്ല. സർജറിയിലൂടെ മാത്രമേ കുഞ്ഞിനെ പുറത്തെടുക്കാൻ സാധിക്കൂ. ആതിരയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് സന്ദീപ് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ക്യാബിനിലേക്ക് വരണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും ആകെ തകർന്നു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എവിടേക്കോ പോകാൻ റെഡിയാകുന്ന ധനുഷിന്റെ അടുത്തേക്ക് അർച്ചന ചെല്ലുകയാണ്. എന്താ അർച്ചന മേഡം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, നല്ല സൗകര്യമുള്ള മുറിയാണല്ലേ ഇത്. എന്നെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴേ ഈ മുറിയിൽ വേസ്റ്റ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെയാണ് നന്ദേട്ടൻ പറഞ്ഞത് ഇതെല്ലാം ഒതുക്കിയിടണമെന്നും ആരോ ഒരാൾ താമസിക്കാൻ വരുന്നുണ്ടെന്നും. പക്ഷേ ഇവിടെ കിടന്നതിലും വലിയ വേസ്റ്റ് ആയിരിക്കും വരുന്നതെന്ന് ഞാൻ ചിന്തിച്ച പോലുമില്ലെന്ന് അർച്ചന പറയുന്നു. അത് പിന്നെ അർച്ചന മേഡം കേട്ടിട്ടില്ലേ, ചില വേസ്റ്റുകളായിരിക്കും മറ്റു ചിലത് വളരാനേ വളമാകുന്നത്. പുറത്തുനിന്ന് വന്ന ഒരുത്തന് ഈ വീട്ടുകാരുടെ എല്ലാം വിശ്വാസം നേടിയെടുക്കാനായി അതിനുശേഷം ഈ വീട്ടിലെ പെൺതരിയെ തന്നെ പ്രണയിച്ച് ഉള്ളം കയ്യിൽ വയ്ക്കാനുമായെങ്കിൽ അത് ഇവിടുത്തെ ആൺതരികളുടെ എല്ലാം കഴിവുകേടായി തന്നെ കണ്ടാ പോരെ. വാഗ്വാദം നടത്താനാണെങ്കിലേ നമ്മൾ രണ്ടുപേരും സമാസമം തന്നെ നിൽക്കും. അതുകൊണ്ട് മേഡം എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ നിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഞാൻ നിനക്ക് ഒരു സാധനം തരാൻ വന്നതാ. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു മാലയെടുത്ത് ധനുഷിനെ കാണിക്കുകയാണ് അർച്ചന. ഇത് തൻ്റെ മാലയല്ലേ? അതെ. ഇതെവിടുന്ന് കിട്ടിയതാണെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ കിട്ടിയത് എവിടുന്നാന്നൊക്കെ പറയാം, ഇത് നിന്റെ തന്നെയാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. അതെ, ഇതെൻ്റേത് തന്നെയാ, ഇനി കിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. തുടർന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങിയിട്ട് ധനുഷ് പറയുകയാണ്, ഇതേ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ, അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാള്. ഇതിന് പകരമായിട്ട് മേഡത്തിന് എന്താ വേണ്ടത്, ഞാൻ എന്തും തരും. എന്തെന്നാൽ എനിക്ക് ഈ മാല അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞില്ലേ തൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ആ പെൺകുട്ടിയെ എൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് തരണം. അതുമാത്രം പോരാ, എന്നേക്കുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം. എന്താ സമ്മതമാണോ? ഇത് കേൾക്കുന്ന ധനുഷ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അത് കൊള്ളാലോ. 2.5 പവൻ്റെ മാലയ്ക്ക് പകരമായി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയാണോ ചോദിക്കുന്നത്? നടക്കില്ലെന്നറിഞ്ഞിട്ടും ചോദിക്കാൻ കാണിച്ച മനസ്സേ സമ്മതിച്ച് തന്നെ തന്നിരിക്കുന്നു. എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ധനുഷിന്റെ ഈ കാണാതായ മാല കിട്ടിയതേ എനിക്കല്ല, കേരള പോലീസിനാണ്. ഇത് കേൾക്കുന്ന ധനുഷ് ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതല്ല, അതിലും വലിയ രസം ഈ മാല എവിടുന്നാ കിട്ടിയതെന്നാ. ഈ വീട്ടുകാരെ മുഴുവൻ കൊല്ലാൻ നോക്കിയ ഒരു കൊലയാളി ഉണ്ടല്ലോ, അജയൻ, അവന്റെ കഴുത്തിൽ നിന്നാ പോലീസിന് ഈ മാല കിട്ടിയത്. എൻ്റെ കൂട്ടുകാരിയില്ലേ കളക്ടർ ശാലിനി, ശാലിനി പറഞ്ഞിട്ടേ ഈ സ്ഥലത്തെ ACP എന്നെ വിളിച്ച് ഈ മാല അറിയുമോ എന്ന് ചോദിച്ചു. മാല കണ്ടപ്പോൾ തന്നെ അനഘ ഉറപ്പ് പറഞ്ഞു ഇത് ധനുഷിന്റെ ആണെന്ന്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ മാല എങ്ങനെയാ അജയന്റെ ബോഡിയിൽ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇത് എനിക്കറിയണ്ട, അതൊക്കെ ACP ചോദിച്ചോളും. ഇതേ ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ ACPയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ അർച്ചന അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ എല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് ധനുഷ്. തുടർന്ന് ധനുഷ് പറയുകയാണ്, അതിന് ഇതെന്റെ മാലയല്ലല്ലോ, ഇതെന്റെ മാലയല്ല എന്ന് ഞാൻ പറയുന്നതോടെ ആ പ്രശ്നം അവിടെ അവസാനിക്കും. അത് നീ വിചാരിച്ചാൽ നടക്കില്ലല്ലോ ധനുഷേ എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷിന്റെ കഴുത്തിലെ മാലയുള്ളൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അർച്ചന. നെല്ലിശ്ശേരിയിൽ ജോലി കിട്ടിയാന്നേ കൂട്ടുകാരെല്ലാം അറിയിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നീ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാ ഇത്. കൂടാതെ എൻ്റെയും അനഘയുടെയും മൊഴിയും എൻ്റെ കൂട്ടുകാരി കളക്ടർ ശാലിനിയുടെ ഒരു ഫോൺ കോളും, അത് മാത്രം മതി. മിനിമം 12 വർഷമെങ്കിലും എടുക്കും നീ ഇനി പുറം ലോകം കാണാൻ. അല്ല, നീ എന്തിനാ അജയനെ കൊന്നത്? അജയനെ കൊല്ലാനും മാത്രം എന്ത് വൈരാഗ്യമാ നിങ്ങൾ തമ്മിലുള്ളത്? ഞാനല്ല അജയനെ കൊന്നത്, വേറെ ഒരാളാ. ഞാൻ സത്യങ്ങളെല്ലാം പറയാമെന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. അർച്ചന മേഡം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ മാല എൻ്റേതാണെന്ന് ആരും അറിയാൻ പാടില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്നേഹയെ മറന്ന് നീ നാട്ടിൽ നിന്ന് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ.
എന്താ നിനക്ക് സമ്മതമാണോ? 2 ദിവസം എനിക്ക് സമയം തരണമെന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, 48 മണിക്കൂർ കഴിഞ്ഞാലേ ഇവിടെ പോലീസ് ഉണ്ടാകും. എന്നോട് പറഞ്ഞതല്ലാതെ നീ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താലേ നിന്റെ കാര്യം കട്ടപ്പുകയാ എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ്. തുടർന്ന് ധനുഷ് ആരെയോ വിളിക്കുകയും പെട്ടെന്ന് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി ACP കാർത്തികിനെ വിളിക്കുന്നതാണ്. ആ മാലയുടെ കാര്യം അർച്ചന ചോദിച്ചായിരുന്നു എന്ന് കാർത്തി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു മാല ഞാൻ എവിടെയും കണ്ടിട്ടില്ലെന്ന് അർച്ചന പറയുന്നു. ബോഡി ഇതുവരെ ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണെങ്കിലും അർച്ചന മാലയെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചു നോക്കാൻ പറഞ്ഞ് കാർത്തി കോൾ കട്ട് ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.